RVSF എന്ന ചുരുക്കപ്പേരിലുള്ള ഈ ഒരു സംവിധാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആമുഖമായി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാലാവധി പൂർത്തിയാക്കിയ പഴയ വാഹനങ്ങൾ പ്രകൃതി സൗഹൃദ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്ക്രാപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ മൂന്നാമത്തെ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി RVSF ഇവിടെ ആരംഭിക്കുകയാണ്. KSRTC നേരിട്ടാണ് ഈ RVSF നടത്തുന്നത്. നവീകരിച്ച യാർഡിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ഇവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു പോകുന്ന സമയത്ത് ഫലകം അനാച്ഛാദനം ചെയ്ത് നിർവഹിക്കും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ഉപയോഗശൂന്യമാകുന്ന വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്ത് കളയുകയും ചെയ്യണം എന്ന് പുതിയ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ 200 കോടി രൂപ KSRTC കേരള സർക്കാരിന് സബ്സിഡിയായി കിട്ടും. ഈ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി തുടങ്ങി എന്ന് പറഞ്ഞ് ഏതാണ്ട് 19 കോടി രൂപ ആദ്യം തന്നെ വാങ്ങിച്ചു. അതാർക്കും പ്രയോജനപ്പെട്ടില്ല. അത് PWDക്ക് എടുത്തു കൊടുത്തു. ഇത്തവണ ഒരു 60 കോടി കിട്ടും എന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ധനകാര്യ വകുപ്പിന് കത്തെഴുതി. ഇത്തരത്തിൽ കിട്ടുന്ന പൈസ ട്രാൻസ്പോർട്ട് വകുപ്പിന് തന്നെ വേണം, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പോലുള്ള വകുപ്പുകൾ സ്ക്രാപ്പ് ചെയ്യുന്ന വണ്ടിക്ക് ഇത് കൊടുക്കണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുള്ള റേഷ്യോ, KSRTC ഇത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഷ്യോ അനുസരിച്ച് ഇത് വിഭജിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ KSRTC 21 കോടി രൂപ കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് KSRTC ഈ എയർ കണ്ടീഷൻ ചെയ്തതും ആധുനികമായ വണ്ടികളുടെ അഡ്വാൻസ് കൊടുത്തതും വാങ്ങിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കിട്ടിയത്. ഇത്തവണ കഴിഞ്ഞ തവണ ഒരു പൈസയും കിട്ടാതെ പോയി. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പൈസ വരുന്നുണ്ട്, തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ 21 കോടിയോളം നമുക്ക് കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളെല്ലാം വാങ്ങി തുടങ്ങിയത്. ഇനിയുള്ള വർഷങ്ങളിലും അത് ലഭിക്കും. ആദ്യ വർഷം കിട്ടിയപ്പോൾ ഇതെന്തിന് കിട്ടിയതാണെന്ന് മനസ്സിലായില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് PWD വകുപ്പിനങ്ങ് കൊടുത്തു. അതെന്തിനെന്ന് ആർക്കും മനസ്സിലായില്ല. വണ്ടി സ്ക്രാപ്പ് ചെയ്ത് കിട്ടിയ പൈസ, ആ വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്ന പൈസ വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നവർക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൊടുക്കും. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് 10 വണ്ടി സ്ക്രാപ്പ് ചെയ്താൽ അതിനനുസരിച്ചുള്ളൊരു പെർസെൻറ്റേജ് അവർ കൊടുത്താൽ സർക്കാർ പണം ചിലവാക്കാതെ വണ്ടി വാങ്ങാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 21 കോടി രൂപ KSRTCക്ക് സർക്കാർ ഖജനാവെന്നില്ല, കേന്ദ്രം ഇതിനു വേണ്ടി തന്ന പൈസയാണ്. ഇനിയിപ്പോൾ ഇത് പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം 200 കോടി രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്.